ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ കേട്ടിട്ട് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും നമ്മൾ എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സസ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, എല്ലാ ക്ലാസ്സസും കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Examine the circuit given below. Choose the correct statements related to the brightness of the lamps when the switch is on. ഓക്കെ, അപ്പോൾ രണ്ട് സർക്യൂട്ട്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ രണ്ട് സർക്യൂട്ടുകൾ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും അവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് സർക്യൂട്ടിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഇൻപുട്ട് വന്നിരിക്കുന്നത് 6 വോൾട്ട് DC ആണ്. സെക്കൻഡ് സർക്യൂട്ടിൽ ഒരു 6 വോൾട്ട് AC ആണ്. ബാക്കിയെല്ലാം സിമിലർ ആണ്. ഒരു ഇൻഡക്ടർ കോയിൽ രണ്ടിടത്ത് നമുക്ക് കാണാം. അതേപോലെ തന്നെ എന്താണ്, ഒരു കീ ഉണ്ട്, രണ്ട് ബൾബുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ സർക്യൂട്ടിലും ഓരോ ബൾബ് വീതം കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം വാട്ടാണ്, 3 വാട്ടിൻ്റെ രണ്ട് ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുന്നതാണ് രണ്ട് സർക്യൂട്ടുകളുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടുകളിൽ വന്നിരിക്കുന്ന ലാമ്പുകളുടെ ബ്രൈറ്റ്നസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. Okay, first option, in circuit 1 lamp glows brighter since there is no self induction. Option B, in circuit 1 lamp glows least brighter since there is no self induction. And the third option, in circuit 2 lamp glows brighter due to self induction. And fourth option, none of these. അപ്പോൾ നമുക്ക് ആ സർക്യൂട്ട്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നോക്കിയ രണ്ട് സർക്യൂട്ട്സ്, ഒരിടത്ത് 6 വോൾട്ട് DC, ഒരിടത്ത് 6 വോൾട്ട് AC ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലാമ്പുകളുടെ ഗ്ലോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അപ്പോൾ ഇവിടെ സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള വേർഡ് എല്ലായിടത്തും വരുന്നുണ്ടല്ലേ. അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? നമ്മൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് വെനെവർ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ് ആൻഡ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അത് സെയിം കോയിലിൽ തന്നെയാണെങ്കിൽ അത് സെൽഫ് ഇൻഡക്ഷനും, ഒരു നിയർ ബൈ കോയിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് മ്യൂച്വൽ ഇൻഡക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ DC ഇൻപുട്ട് വരുന്നിടത്ത്, ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് DC ഇൻപുട്ട് ആണെങ്കിൽ അവിടെ വരുന്ന ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണി ഡയറക്ഷണലായിട്ടുള്ള കറണ്ടാണ്. ബട്ട് AC എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കലി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ACയുടെ അല്ലേ. ഒരു AC ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പീരിയോഡിക്കലി അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതാണ്. എന്നാൽ DCയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണി ഡയറക്ഷണലായിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. യൂണി ഡയറക്ഷണലായിട്ടുള്ള ഔട്ട്പുട്ടാണ് DCക്കുള്ളത്. ACയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? പീരിയോഡിക്കലി അതിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതായത് ഈ സർക്യൂട്ടിലൂടെ, സെക്കൻഡ് സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാകും. ബിക്കോസ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്? AC ആണ്. അത് പീരിയോഡിക്കലി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നതിൻ്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ബാക്ക് EMF ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബാക്ക് EMF ആണ്. അപ്പോൾ ഇതൊരു കൗണ്ടർ EMF ആണ്. ഇത് ഈ സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? E = -d∅b/dt ആണ്. ഇതാണ് ഫാരഡേയുടെ ഇക്വേഷൻ. ഇതിലൊരു നെഗറ്റീവ് സൈൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് സൈനിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ലെൻസസ് ലോ വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ആ ലെൻസസ് ലോയിൽ പറയുന്നത് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ചും എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഫ്ലക്സ് ചേഞ്ചിനനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? ഒരു ബാക്ക് EMF ആണ്. ഇത് ഈ സർക്യൂട്ടിലെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെ എന്ത് ചെയ്യും? ഒപ്പോസ് ചെയ്യും. സോ എന്ത്
എന്ത് സംഭവിക്കും? ആ ഒരു ബൾബിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും, അല്ലെങ്കിൽ അത് ഡിം ആവുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഈ ബാക്ക് ഇ എം എഫ് ഉണ്ടാവുന്നത് എവിടെയാണ്? 6 വോൾട്ട് AC ഇൻപുട്ട് സപ്ലൈ കൊടുക്കുന്ന സെക്കൻഡ് സർക്യൂട്ടിലാണ്. എന്നാൽ 6 വോൾട്ട് DC കൊടുക്കുന്നിടത്ത് യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ബ്രൈറ്റ്നസ് സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു. എന്നാൽ സെക്കൻഡ് സർക്യൂട്ടിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്ക് ഇ എം എഫ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും? ആ ഒരു ലാമ്പിൻ്റെ ബ്രൈറ്റ്നസ് ഡിക്രീസ് ചെയ്യും. സോ നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? ആൻസർ ഏതായിരിക്കും? ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഇൻ സർക്യൂട്ട് 1 ലാമ്പ് ഗ്ലോസ് ബ്രൈറ്റർ അല്ലേ? ഫസ്റ്റ് സർക്യൂട്ടിൽ ഈ ഒരു സെൽഫ് ഇൻഡക്ഷൻ ഇല്ല, അതുകൊണ്ട് ലാമ്പ് വളരെ ബ്രൈറ്റർ ആയിട്ട് ഗ്ലോ ചെയ്യും, സിൻസ് ദർ ഈസ് നോ സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. സോ ഫസ്റ്റിൻ്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. The number of hydrogen atoms present in 16 gram of methane. അപ്പോൾ നമ്മൾ മോൾ കോൺസെപ്റ്റിൽ കുറേ പ്രോബ്ലംസ് ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ 16 gram ഓഫ് മീത്തേന്. 16 gram മീത്തേനിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23, 5 into 6.022 into 10⁻23, 16 into 6.022 into 10⁻23, and the last option 6.022 into 10⁻23. നമുക്ക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? 16 gram മീത്തേൻ ആണ് അല്ലേ? 16 gram മീത്തേൻ. മീത്തേൻ എന്ന് പറഞ്ഞാൽ CH4 അല്ലേ? 16 gram CH4 എന്ന് പറയുന്നത് എത്രയാണ്? 1 mol CH4 ആണ് അല്ലേ? 1 mol CH4 ആണ്. ഈ 1 mol CH4ൽ കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള റേഷ്യോ എന്താണ്? കാർബൺ എന്ന് പറയുന്നത് എത്രയാണ്? കാർബൺ 12 gram ആണ് അല്ലേ? കാർബൺ 12 gram ആണ്. അപ്പോൾ 12 gram കാർബൺ എടുത്താൽ അതിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ടായിരിക്കും? 4 gram ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, ശരിയല്ലേ? അപ്പോൾ 12 gram കാർബൺ എടുത്താൽ 4 gram ഹൈഡ്രജൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കറിയാം 1 mol മീത്തേനിൽ എത്ര ഗ്രാം ഹൈഡ്രജൻ വന്നു? 1 mol മീത്തേനിൽ 4 mol ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? 4 mol ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലിയർ ആയി 1 mol മീത്തേനിൽ 4 mol ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. അപ്പോൾ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ആറ്റംസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മോളിനെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 mol മീത്തേനിൽ എത്ര മോൾ ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 1 mol മീത്തേനിൽ 4 mol ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 mol ആണ്. അപ്പോൾ 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും. ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഹൈഡ്രജൻ ആറ്റംസ് ആയിരിക്കും 16 gram മീത്തേനിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് റൈറ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. CH3 CH2 CH2 CH ഡബിൾ ബോണ്ട് COH സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ IUPAC നെയിം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2 ഹൈഡ്രോക്സി ഹെക്സൈന്, 2 ഹൈഡ്രോക്സി ഹെക്സ് 2 ഹെക്സൻ 2 ഓൾ, ഹെക്സ് 2 2 ഓൾ. ഓക്കെ, അപ്പോൾ ഈ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ നിന്നും ഏതാണ് കറക്റ്റായിട്ട് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ IUPAC നെയിം? വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതായതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് എന്തായാലും ഉണ്ടല്ലേ? അപ്പോൾ ഡബിൾ ബോണ്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഹൈഡ്രോക്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പാണ്, ആൽക്കഹോൾ ആണ് അല്ലേ? OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടല്ലോ. അപ്പോൾ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ ഓൾ എന്ന് പറയുന്ന ഒരു സഫിക്സ് ആഡ് ചെയ്യണമെന്ന് നമുക്കറിയാം. ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ഈൻ വരാറുണ്ടെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പിന്നെ എല്ലായിടത്തും ഹെക്സൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഹെക്സ് ആണ് ഇവിടെ എല്ലായിടത്തും വേർഡ് റൂട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കാർബൺ ആറ്റംസ് എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 കാർബൺ ആറ്റം ആയതുകൊണ്ട് തന്നെ ഹെക്സ് ആണ്. ബട്ട് ഒരു ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് അവിടെ ഈൻ വരണം അല്ലേ? ഈൻ ആണ് സഫിക്സ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ നോക്കിക്കേ,
ഇത് എങ്ങനെയാണ് വന്നിരിക്കുക? അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പേരൻറ്റ് ചെയിനായിട്ട് സെലക്ട് ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് കാർബൺ ആറ്റംസ് വരുന്ന ചെയിനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ തന്നെയാണ് 1 2 3 4 5 6. അപ്പോൾ ഹെക്സ് ആണ് അല്ലേ വേർഡ് റൂട്ട് എന്തായാലും വരിക, ഹെക്സ് തന്നെയാണ് അല്ലേ, ഹെക്സ് ആണ് വേർഡ് റൂട്ടായിട്ട് വരിക. ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ 4th കാർബൺ ആറ്റമാണ്. എന്നാൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്പർ കൊടുക്കുന്നതെങ്കിൽ 2nd കാർബൺ ആറ്റത്തിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡബിൾ ബോണ്ട് വരുന്നതും 2nd കാർബൺ ആറ്റത്തിലാണല്ലേ. 3 4 5 6 നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നതെങ്കിൽ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 2nd കാർബൺ ആറ്റത്തിലായിരിക്കും നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പും അതേപോലെ തന്നെ ഡബിൾ ബോണ്ടും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് 2nd കാർബൺ ആറ്റത്തിലാണ്. അപ്പോൾ നമ്മൾ ഹെക്സീൻ എന്നാണ് എഴുതേണ്ടത്. പക്ഷേ ഈ ഹെക്സീൻ്റെ ENE എന്ന് പറയുന്ന ആ ഡബിൾ ബോണ്ടിന് മുമ്പായിട്ട് അതിൻ്റെ പൊസിഷൻ കാണിക്കണം, ലൊക്കേഷൻ കാണിക്കണം. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 2nd കാർബൺ ആറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഹൈഫൻ കൊടുത്തിട്ട് നമ്മൾ പൊസിഷൻ കൊടുക്കുക. ദെൻ ENE എന്ന് എഴുതണമായിരുന്നു. പക്ഷെങ്കിൽ എന്താണ്, അവിടെ ഒരു ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഹെക്സീൻ്റെ ഈനിനും ഓളിനും ഇടയ്ക്കായിട്ട് അതിൻ്റെ ആ ലൊക്കേറ്റർ നമ്പർ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കാണിക്കണം. എത്രയാണ് ലൊക്കേഷൻ വരുന്നത്? 2nd ലൊക്കേഷൻ വരുന്നത്. എഴുതില്ല, ആ ഈനെ മാറ്റിയിട്ട് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഓൾ ചേർക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ കൊടുക്കണം. അപ്പോൾ ആ ഈനിലെ നമ്മൾ റിമൂവ് ചെയ്യും. ദെൻ എന്താണ്, EN മാത്രം എഴുതുക അല്ലേ. അതിനും ഓളിനും ഇടയിലായിട്ട് എന്ത് കൊടുക്കണം? ഈ വന്നിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ കൊടുക്കണം. എത്രയാണ് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്? 2nd ആണ് അല്ലേ. സോ ഹെക്സ് 2 in 2 ഓൾ എന്നായിരിക്കും ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നെയിം. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, 4th ക്വസ്റ്റ്യൻ. ദ മെറ്റൽ ഫ്രം വിച്ച് ഇലക്ട്രോൺസ് ആർ ഈസിലി ഇജക്റ്റഡ് ബൈ ലൈറ്റ് ഈസ്. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലിഥിയം, 2nd സീഷ്യം, 3rd സീരിയം, 4th സെലീനിയം. അപ്പോൾ 4 ഓപ്ഷൻസ് ആണ്. ഇതിൽ ഏതു മെറ്റലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ ഈസിലി ഇജക്റ്റ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ 12th സ്റ്റാൻഡേർഡിൽ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വരുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ദ ഫിനോമെനൻ ഓഫ് ഇജക്ഷൻ of electrons from the surface of a metal when light of suitable frequency strikes on it. suitable ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണുകൾ, ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണുകൾ ഇജക്റ്റ് ചെയ്തു പോകുന്ന അല്ലെങ്കിൽ എമിറ്റ് ചെയ്തു പോകുന്ന ഫിനോമെനാണ് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹെൻറിച്ച് ഹെഡ്സ് ആണ് അല്ലേ. അദ്ദേഹം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റ്സ് ഡിമോൺസ്ട്രേറ്റ് ചെയ്യുന്ന സമയത്താണ് ആക്സിഡൻ്റലി ഒബ്സർവ് ചെയ്യുന്ന ഒരു ഫിനോമെനാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ചുകൊണ്ട് ഐൻസ്റ്റൈൻ ആണ് കൃത്യമായിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പം ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പേരോട് ഓർത്തിരിക്കുക. ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. E ഈസ് ഈക്വൽ ടു hν മൈനസ് 50 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഐൻസ്റ്റൈൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആണ് E ഈസ് ഈക്വൽ ടു hν മൈനസ് 50, വേർ H എന്ന് പറയുന്ന പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾസ് സെക്കൻഡ് ആണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയാണ്. 50 എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 എന്ന് പറയുന്നത് വർക്ക് ഫംഗ്ഷൻ ആണ്. 50 എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ഫംഗ്ഷൻ ആണ്. എന്താണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം എ മെറ്റൽസ് സർഫസ്. ഒരു മെറ്റലിൻ്റെ സർഫസിൽ നിന്നും ഇലക്ട്രോണിന് ജമ്പ് ചെയ്ത് അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യണമെങ്കിൽ അതിന് മിനിമം ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള എനർജീനെയാണ് എന്ത് വിളിക്കുന്നത്? വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് ഫംഗ്ഷൻ മിനിമം എനർജിയാണ്. ഇപ്പോൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്, ഒരു മിനിമം ത്രെഷോൾഡ്
വാല്യൂ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ഈ ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ബിലോയാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്നൊരു ടേം ഉണ്ട്, അതുകൊണ്ടാണ് ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ത്രെഷോൾഡ് ഫ്രീക്വൻസിക്ക് ബിലോയാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. അപ്പോൾ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ എമിറ്റ് ചെയ്ത് പുറത്തു പോകും. ഓക്കെ, ഇനി ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ ഹൈ ഫ്രീക്വൻസിയിലാണ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്ന് വീഴുന്നതെങ്കിൽ എന്താണ് മെറ്റൽ സർഫസിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണ് കൂടുതൽ സ്പീഡിൽ പുറത്തേക്ക് പോകും, അല്ലെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി വളരെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എമിറ്റഡ് ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുമായിട്ട് പ്രപ്പോർഷണൽ ആയിരിക്കും. അതോർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ഫോട്ടോ കറണ്ട് കൂടണമെങ്കിൽ അല്ലെങ്കിൽ മോർ നമ്പർ ഓഫ് ഫോട്ടോ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഇൻറ്റൻസിറ്റിയിലുള്ള ലൈറ്റ് വന്ന് വീഴണം. അപ്പോൾ ഇവിടെ 2-3 പോയിന്റുകൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്തിരിക്കണം. ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിലൂടെ കൊണ്ടുവന്ന ഇക്വേഷൻ, ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, എനർജി ഈസ് ഈക്വൽ ടു h nu minus 50 ആണ്. വെർ 50 ഇസ് ദ വർക്ക് ഫംഗ്ഷൻ ആണ്. മിനിമം എനർജി, ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള മിനിമം എനർജി ആണ് വർക്ക് ഫംഗ്ഷൻ. ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്ന ത്രെഷോൾഡ് വാല്യൂ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി എങ്കിലും പൊസസ് ചെയ്യുന്നതായിരിക്കണം. എങ്കിൽ മാത്രമേ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുകയുള്ളൂ. ഫ്രീക്വൻസി ത്രെഷോൾഡ് ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ എമിറ്റഡ് ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ് കൂടണമെങ്കിൽ ഫ്രീക്വൻസി കൂട്ടണം. ഇനി ഇൻറ്റൻസിറ്റി, ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോണുകൾ എമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ സീഷ്യം കണ്ടോ? ഓപ്ഷൻ ബി സീഷ്യം. അപ്പോൾ സീഷ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർക്ക് ഫംഗ്ഷൻ വളരെ കുറവാണ്. ഏറ്റവും വർക്ക് ഫംഗ്ഷൻ കുറവുള്ള ഒരു മെറ്റലാണ് സീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ സീഷ്യത്തിന് വർക്ക് ഫംഗ്ഷൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ഈസിലി ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ കഴിയുന്നത്, ലൈറ്റ് വന്ന് വീഴുമ്പോൾ തന്നെ ഈസിലി ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആർക്കാണ്? സീഷ്യത്തിനാണ്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സീഷ്യത്തിൻ്റെ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ വളരെ കുറവാണ്. ലോവസ്റ്റ് വർക്ക് ഫംഗ്ഷൻ ആണ്, 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇവിടെ തന്നെ ഒരു പോയിന്റ് കൂടെ ഓർത്തിരിക്കുക. പ്ലാറ്റിനം ആണ് വർക്ക് ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ 50 ഗ്രേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ട് വർക്ക് ഫംഗ്ഷൻ വാല്യൂ ഉള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനം ആണെന്നും ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ?